ഇന്നൊക്കെ നമ്മൾ കാണുന്നില്ലേ, ഇന്നിങ്ങനെ ദിക്റൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നത് പോലെ ഇങ്ങനെ പറയാണ്, ഇതാ നിങ്ങൾക്ക് ഇതിങ്ങോട്ട് ഓപ്പൺ ചെയ്താൽ ഈ ദിക്ർ ചൊല്ലിയാൽ MA യൂസുഫലിയാകും, അനിൽ അംബാനിയാകും, പൈസ ഇങ്ങനെ കുന്നുകൂടും. അങ്ങനെ ദുനിയാവ് കാണിച്ചിട്ട് നമ്മളെ ദിക്റിലേക്ക് ക്ഷണിക്കുകയാണ്. അതിന് കുറേ മജ്ലിസുകളും ഓൺലൈൻ മജ്ലിസുകൾ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടൊക്കെ പറയാനുള്ളത്, നമ്മൾ അതിനൊന്നും അഡിക്റ്റായി പോകരുത്. ദിക്ർ പഠിക്കാനോ അല്ലെങ്കിൽ നസീഹത്ത് കേൾക്കാനോ നിങ്ങൾ ദിക്ർ മജ്ലിസിലോ ഓൺലൈൻ മജ്ലിസിലോ അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിന് പ്രശ്നമില്ല. പക്ഷെ നമുക്ക് റബ്ബിനെ പറ്റി ഓർക്കാൻ, നമുക്ക് രാവിലെ ഇരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലാൻ, നമുക്ക് ഈ യൂട്യൂബ് ഇല്ലാതെ നടക്കൂല എന്നുള്ള ചിന്ത നമ്മൾ മാറ്റണം. സുബഹി നിസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്ർ പറയുന്ന മനോഹരമായ കാഴ്ചകൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. വീട്ടിലേക്ക് ആ ബർക്കത്തുകൾ ഉണ്ടാക്കണം. അല്ലാതെ യൂട്യൂബിൽ പറയുന്ന ആൾക്കാർ ഇങ്ങനെ പറയും, ഇതാ ഈ ദിക്ർ ചൊല്ലിയിട്ട് അവിടെ ജോലി ഇങ്ങനെ ഒന്നായിട്ട് വലിയ ജോലി ഇങ്ങോട്ട് കിട്ടി, പ്രസവിക്കാത്തവർ 4 ഒന്നായിട്ട് പ്രസവിച്ചു, കാൽ എഴുന്നേൽക്കാൻ കഴിയാത്തവർ എഴുന്നേറ്റ് ഓടി. ഇതൊക്കെ ഈ മജ്ലിസിന്റെ മുമ്പ് ആളുകൾ അങ്ങനെ ജനങ്ങളെ ഇങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ട് പ്രീണിപ്പിച്ചുകൊണ്ട് ആളുകൾ ഇങ്ങനെ വരികയാണ്. എൻ്റെ മജ്ലിസിലേക്ക് നിങ്ങൾ പങ്കെടുക്കുക, എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യ്, എൻ്റെ ലൈക്ക് അടിക്കുക, എൻ്റെ ഗ്രൂപ്പിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ഇങ്ങനെ നാടകം കളിക്കുകയാണ്. നമ്മൾ അതിനൊന്നും അടിമപ്പെട്ടു പോകരുത്. റബ്ബിനെ ദിക്ർ ചൊല്ലാൻ നമുക്ക് ആരെയും ഒത്താശ ആവശ്യമില്ല. നമ്മൾ പഠിക്കാൻ നിങ്ങളെല്ലാ ക്ലാസ്സുകളും കേൾക്കണം, എല്ലാ മജ്ലിസിലും കേൾക്കണം. പഠിക്കാൻ വേണ്ടി പഠിച്ചിട്ട് രാവിലെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആ ദിക്റിൻ്റെ ഒരു സുഖം. ഈ മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കേട്ടിട്ട് പത്തിരി പിന്നെ പുട്ടും കറിയും ചായയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക, ഇതങ്ങനെ ഓണാക്കി ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു ഹുർമത്തില്ലാതെ ബഹുമാനമില്ലാതെ ചില സാഹചര്യങ്ങളൊക്കെ തുടങ്ങിപ്പോയിട്ടുണ്ടാകും. പക്ഷേ ഇന്നും അത് കച്ചവടമായി കൊണ്ട് നടക്കുന്നവർ, നമ്മൾ അതിൻ്റെ ബാക്കിൽ പോകണ്ട. ഞാനിത് കാര്യത്തിൽ പറയുകയാണ്. കാരണം നമുക്ക് ഇവിടെ ഇതൊന്നും പിന്നെ ആരെയും സന്തോഷിപ്പിക്കാനോ ആരെയും വെറുപ്പിക്കാനോ മറ്റൊന്നും ഉദ്ദേശമില്ല. ഇത് നിങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളൊക്കെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസവുമില്ല. അല്ല, ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നാളെ മുതൽ എല്ലാവരും കൂടി അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസവുമില്ല. പക്ഷേ ലാ തഗ്തർ ബി കസ്റത്തിൽ ഹാലിഖീൻ, കുറേ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ നശിച്ചു പോകാൻ പാടില്ല.